സി എനിക്ക് തോന്നുന്നത് ജനറലി ആളുകൾക്ക് ക്രിപ്റ്റോ എന്ന് പറയുമ്പം ഇപ്പം പൊതുവെ മാർക്കറ്റിൽ ഇപ്പം സോഷ്യൽ മീഡിയ ആണെങ്കിലൊക്കെ തന്നെ ആളുകൾക്ക് എന്നും കേൾക്കുന്ന ഒരു സ്കാമിനെ കുറിച്ചാണ്. ഇപ്പോൾ കഴിഞ്ഞ 10-16 വർഷം ക്രിപ്റ്റോ മാർക്കറ്റിലുണ്ടെങ്കിൽ പോലും, അല്ലെങ്കിൽ ബിറ്റ്കോയിൻ മുതൽ ഇങ്ങോട്ടേക്ക് ഒരുപാട് ക്രിപ്റ്റോ വന്നെങ്കിൽ പോലും ആളുകൾ അത്യാവശ്യം ഇതേ ഇൻഡസ്ട്രി ഉപയോഗിച്ചിട്ട് നല്ല സ്കാം നടത്തിയിട്ടുണ്ട്. നമുക്ക് തോന്നുന്നില്ലേ കുറേ കൂടിയും ആ രീതിയിലുള്ള വിഷയം ഉള്ളതുകൊണ്ടാണ് ജനറലി ആളുകൾക്ക് ക്രിപ്റ്റോ എന്ന് കേൾക്കുമ്പോൾ ഒരു ഭയം തോന്നുന്നത്. നിങ്ങൾക്ക് തോന്നുന്നു ആ കാര്യത്തിൽ? ഉറപ്പായിട്ടും സ്റ്റാർട്ടിങ് മുതൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ 2020 ഞാനിപ്പോൾ ഈ പ്ലാറ്റ്ഫോമിലേക്ക് കടന്നു വരുന്നത്. സ്റ്റാർട്ടിങ്ങിൽ എവിടെ പോയിട്ട് ഇപ്പോൾ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ ഒരു പ്രസൻറ്റേഷൻ ചെയ്ത് കഴിഞ്ഞാലും ആദ്യം സ്കാമാണ് കയറി വരിക. ബട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു പെർസെൻറ്റേജ് ഓഫ് ആൾക്കാരും ക്രിപ്റ്റോയിൽ എഡ്യൂക്കേറ്റഡ് ആണ് ഇപ്പോൾ. അതെ, എനിക്ക് തോന്നുന്നു 2021 ആ സമയത്തുള്ളൊക്കെ ഒരു ഡാറ്റ പ്രകാരം ഇന്ത്യയുടെ ഒരു പോപ്പുലേഷനിൽ നിന്ന് ഓൾമോസ്റ്റ് 7.2% ആളുകൾ ക്രിപ്റ്റോ ടച്ച് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൽ കുറേ ആളുകൾ ഈ പറഞ്ഞ പോലെ സ്കാം ഉപയോഗിച്ചിട്ട് ആളുകളുടെ അടുത്തും കാശ് പിടിക്കുക എന്നുള്ള ആ ഒരു സിറ്റുവേഷനെ മുതലെടുത്തിട്ട്, പ്രത്യേകിച്ചും അറിയാത്തൊരു ഇൻഡസ്ട്രിയിലേക്ക് ഒരാൾ വരുമ്പോൾ, അല്ലെങ്കിൽ അറിയാത്തൊരു ഇൻഡസ്ട്രിയെക്കുറിച്ച് ആളോട് പറയുമ്പോൾ ഇങ്ങനെ ചീറ്റ് ചെയ്ത കുറേ കേസുകളുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു എംപവറിൻ്റെ ഒരു കേസ് എന്ന് പറയുന്നത്, എംപവർ ഇപ്പോൾ 2021 ഇന്ത്യ ക്രിപ്റ്റോ കറൻസിയെ ആക്സെപ്റ്റ് ചെയ്തിട്ട് ഈവൻ CBDC, നമ്മുടെ ഇന്ത്യൻ റുപ്പി പോലും CBDC എന്നുള്ളൊരു മോഡിലേക്ക്, ആ ഒരു ട്രാൻസാക്ഷൻ എലമെൻറ്റിനെ ഇന്ത്യൻ റുപ്പിയെ CBDCയിലേക്ക് മുഴുവനായിട്ട് മാറ്റാൻ പറ്റില്ലെങ്കിൽ പോലും ഇങ്ങനെ ഒരു മോഡ് എടുക്കുന്നതിന് മുമ്പുള്ള ഒരു ഡാറ്റ പ്രകാരം 7.2% ഓഫ് ആളുകൾ ഇന്ത്യൻ പോപ്പുലേഷൻ, ഇപ്പോൾ നമുക്കറിയാം ഓൾമോസ്റ്റ് 160 കോടി ജനങ്ങളുള്ള നാട്ടിൽ നിന്ന്, അല്ലെങ്കിൽ ഒരു രാജ്യത്തിൽ നിന്ന് 7.2% ആളുകൾ ക്രിപ്റ്റോ ടച്ച് ചെയ്തെന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഈ സ്കാമേഴ്സിൻ്റെ ഇൻവോൾവ്മെൻറ്റ് അത്യാവശ്യം ഉണ്ടെങ്കിൽ പോലും കുറേ ആളുകൾക്ക് യഥാർത്ഥത്തിൽ ഒരു അസറ്റായിട്ട് അത് ഹോൾഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. കുറേ ആളുകൾ അതിൽ നിന്നും വലിയ രീതിയിൽ സക്സസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ബിറ്റ്കോയിൻ മുതൽ ഇങ്ങോട്ട് നോക്കുമ്പം ആ റേറ്റിലുള്ള, അല്ലെങ്കിൽ ആ പ്രൈസിലുള്ള വേരിയേഷൻ, ഹാൾവിങ് നടക്കുമ്പോൾ എല്ലാ 4 വർഷത്തിൽ നടക്കുന്ന വേരിയേഷൻ, ഇതാണ് ഒരു പരിധിവരെ ക്രിപ്റ്റോയുടെ മാർക്കറ്റിൻ്റെ ട്രെൻഡ് ബിൽഡ് ചെയ്യുന്നെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു ഈ ഒരുപാട് ക്രിപ്റ്റോ സ്കാമേഴ്സ് അത് പ്രത്യേകിച്ചും സെൻട്രലൈസ്ഡ് സിസ്റ്റം ഫോളോ ചെയ്യുന്നതാണെന്ന് തോന്നുന്നു അല്ലേ? അതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എംപവറിൻ്റെ കാര്യം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ എത്തേറിയം, BUSD, അതുപോലെ തന്നെ കോയിൻ ഫോർജ്, പിന്നെ മെറ്റാഫോഴ്സ് പോലെയുള്ള ഒരുപാട് സ്മാർട്ട് കോൺട്രാക്റ്റ് പ്രോഗ്രാമുകൾ നമ്മൾ ഏറ്റെടുത്തതിന് ശേഷം നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 10,000-ലധികം ആളുകൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഇത് ഈ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം ഇതിൻ്റെ പുറമെ ക്രിപ്റ്റോയുമായി ബന്ധപ്പെട്ട്, ബ്ലോക്ക് ചെയിനുമായി ബന്ധപ്പെട്ടിട്ട് നല്ലൊരു അവയർനെസ് കൊടുക്കാൻ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ കൊണ്ട് നമുക്ക് പറ്റിയിട്ടുണ്ട്. അതിൽ ഈ സ്മാർട്ട് കോൺട്രാക്റ്റ് പ്രോഗ്രാമുകൾ നല്ലൊരു ലീഡ് റോൾ എന്ത് ചെയ്തിട്ടുണ്ട്, ടോട്ടലി എടുത്തിട്ടുണ്ട്. എംപവറിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഇപ്പോൾ റീസെൻ്റ്ലി നോക്കുകയാണെങ്കിൽ കോയിൻ ഫോർജിൽ ഇപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ കേരളത്തിലെ എല്ലാ ജില്ലകളിലും അത്യാവശ്യം മെമ്പേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് നല്ല രീതിയിൽ ഡെയിലി എഡ്യൂക്കേറ്റീവായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. സോ എനിക്ക് തോന്നുന്നത് ഡീസെൻട്രലൈസ്ഡ് കോൺസെപ്റ്റിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ആളുകൾക്ക്, എടുത്ത ആളുകൾക്ക്, അല്ലെങ്കിൽ മനസ്സിലായ ഒരാൾക്ക്, അല്ലെങ്കിൽ ഈ പ്രോഗ്രാം നിന്ന് പോകില്ല എന്നുള്ള, അല്ലെങ്കിൽ ഈ സ്മാർട്ട് കോൺട്രാക്റ്റ് ഡെഡ് ആവില്ല, ഈ സ്മാർട്ട് കോൺട്രാക്റ്റ് ഇമ്മ്യൂട്ടബിൾ ആണ് എന്ന് റിയലൈസ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം കുറേ കൂടി കോൺഫിഡൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓഫ് കോഴ്സ് അതിൽ തന്നെ അത്യാവശ്യം സക്സസ് ക്രിയേറ്റ് ചെയ്യാനും പറ്റുന്നുണ്ട്. ബേസിക്കലി റഫറൽ പ്രോഗ്രാമുകൾ എന്നൊക്കെ പറയുമ്പം ചില ആളുകൾ ചിന്തിക്കുന്നത് റഫറൽ എന്ന് പറയുന്നത് ഒരു ചെയിൻ പ്രോസസ്സ് അല്ലേ, അല്ലെങ്കിൽ നമ്മൾ ഈ ആളുകളെ ഇൻവൈറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് അല്ലേ. യഥാർത്ഥത്തിൽ ഇപ്പോൾ എല്ലാം റഫറൽ തന്നെയാണ്. റഫറലിലൂടെ അല്ലാതെ ബിസിനസ് ഗ്രോ ആവില്ല. ഇൻ ടേംസ് ഓഫ് ബിസിനസ്സിൻ്റെ ഒരു ഗ്രോത്ത് എന്ന് പറയുമ്പോൾ ഏത് മേഖല എടുത്തു വയ്ക്കാലും അതൊരു റഫറലിലൂടെ തന്നെ കവർ ചെയ്ത് പോകുന്നൊരു പ്രോസസ്സാണ്. നമുക്കറിയാം ഗൂഗിൾ പേ പോലുള്ള നെറ്റ്വർക്കുകളൊക്കെ തന്നെ കവറായി വന്നത് മാർക്കറ്റിൽ ഇത്ര അധികം ഒരു ട്രെൻഡ് ബിൽഡ് ചെയ്തൊക്കെ തന്നെ റഫറൽ സിസ്റ്റം ബിൽഡ് ചെയ്തുകൊണ്ടാണ്. ഇന്ന് ഈ റഫറൽ സിസ്റ്റം ചെയ്യുന്നത് കൊണ്ട് കോയിൻ ഫോർജിൻ്റെ ഒരു ഇൻകം പൊട്ടൻഷ്യൽ ആളുകൾ മനസ്സിലായി കഴിയുമ്പം അതൊരു റിയാലിറ്റിയിൽ അത്യാവശ്യം നല്ല രീതിയിലൊരു ഒരു അസറ്റ് അവർ, അല്ലെങ്കിൽ ഒരു ഇൻകം സോഴ്സായിട്ട് തന്നെ അതിനെ കാണുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു.